പാർട്ടിക്കുള്ളിലെ എതിർപ്പുകൾ അവഗണിച്ച് കുടിയേറ്റ നിയമം കൂടുതൽ കർശനമാക്കാൻ ഒരുങ്ങുകയാണ് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. മനുഷ്യാവകാശ നിയമങ്ങൾ അടിസ്ഥാനമാക്കി വാദമുയർത്തി നാടുകടത്തൽ ഒഴിവാക്കുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിനുള്ള പെർമനന്റ് ലീവ് ടു സ്റ്റേ ലഭിക്കണമെങ്കിൽ ഇനി 30 വർഷക്കാലം കാത്തിരിക്കേണ്ടതായി വരും. അതുപോലെ അധികം നൈപുണികൾ ആവശ്യമില്ലാത്ത ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന, അതേസമയം സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന വിദേശ തൊഴിലാളികൾക്ക് ഇൻഡെഫിനിറ്റ് ലീവ് ടു റെമെയിൻ ലഭിക്കാൻ 25 വർഷം വരെയും കാത്തിരിക്കേണ്ടതായി വരും. ILRമായി ബന്ധപ്പെട്ട് വൻ മാറ്റങ്ങളുമായാണ് ഷബാന മഹ്മൂദ് കുടിയേറ്റ നിയമം കർശനമാക്കാൻ ഒരുങ്ങുന്നത്. 2021 മുതൽ UK-യിൽ കുടിയേറിയവർക്ക് ബാധകമാകുന്ന രീതിയിൽ പിൻകാല പ്രാബല്യത്തോടെയായിരിക്കും ഇത് നടപ്പിലാക്കുക. അതിനു പുറമെ ബോട്ടുകളിൽ ചാനൽ കടന്നോ മറ്റു മാർഗങ്ങളിലൂടെയോ അനധികൃതമായി ബ്രിട്ടനിൽ എത്തുന്നവർക്കും വിസ കാലാവധി തീർന്നതിനു ശേഷവും ഇവിടെ കഴിയുന്നവർക്കും പിഴയും ഒടുക്കേണ്ടതായി വരും. ഒരു അഭയാർത്ഥി UK-യിലെത്തിയ ദിവസം, അതല്ലെങ്കിൽ ഒരു സന്ദർശകൻ UK-യിലെത്തിയ ദിവസം മുതലായിരിക്കും വർദ്ധിപ്പിച്ച യോഗ്യതാ കാലാവധി ബാധകമാവുക എന്നും കൺസൾട്ടേഷനായി ഹോം ഓഫീസ് തയ്യാറാക്കിയ നിർദ്ദേശങ്ങളിൽ പറയുന്നു. അനധികൃതമായി UK-യിലെത്തുകയും അഭയാപേക്ഷ നിരസിക്കപ്പെടുകയും പിന്നീട് യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിലെ കുടുംബജീവിതം നയിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 8 ഉപയോഗിച്ച് അപ്പീൽ നൽകി നാടുകടത്തൽ ഒഴിവാക്കുകയും ചെയ്യുന്ന അഭയാർത്ഥികൾക്കായിരിക്കും ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാൻ 30 വർഷം വരെ കാത്തിരിക്കേണ്ടി വരിക.